UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂൺ ആദ്യവാരം നടക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വരുന്ന ബജറ്റ് ഏറെ നിർണായകമാണ്. അഷേഡ് പെൻഷൻ പദ്ധതി എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ജൂൺ 5 നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്തരം കാര്യങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ധനമന്ത്രി കൂടിയായ സതീശന് നേരിടാനുള്ളതും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആദ്യ ബജറ്റിൽ പ്രഖ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. കൂടാതെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, ചെറുകിട സംരംഭങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കാം. 10 വർഷത്തെ LDF ഭരണത്തിനു ശേഷം UDF സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാനത്തിന്റെ തകർന്നടിഞ്ഞ ധനസ്ഥിതി കാര്യക്ഷമമാക്കുക എന്നത് തന്നെയാണ്. 2026 സംസ്ഥാന ബജറ്റ് രേഖകൾ പ്രകാരം കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ കടുത്ത സമ്മർദ്ദത്തിൽ കൂടിയാണ്. അതായത് സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നതും കടബാധ്യത ഉയരുന്നതും പുതിയ ഭരണകൂടത്തിന് നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വലിയ പരിമിതികൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വരുന്ന ബജറ്റ് ഏറെ നിർണായകമായ ഒന്നു തന്നെയാണ്. അതായത് 12ാം ശമ്പള കമ്മീഷന്റെ പുരോഗതിയും പെൻഷൻ പദ്ധതി പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെ വ്യക്തത വരേണ്ടതുണ്ട്. പങ്കാളിത്ത പെൻഷനു പകരം മുൻ സർക്കാർ അവതരിപ്പിച്ച അഷ്വേഡ് പെൻഷൻ പദ്ധതി എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതാണ് ഇതിലെ പ്രധാന ഘടകം. 2ാം പിണറായി സർക്കാർ പ്രഖ്യാപിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്ത അഷ്വേഡ് പെൻഷൻ പദ്ധതി ഇതുവരെയും പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല. അതിനാൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ സർവീസിൽ ചേർന്ന ജീവനക്കാർ പങ്കാളിത്ത പദ്ധതിയിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ആഴ്ച 10,000-ഓളം ജീവനക്കാർ സർവീസിൽ നിന്ന് വിരമിക്കാനുമുണ്ട്. പകരം എത്തുന്നവർക്കും അഷ്വേഡ് പെൻഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. അഷ്വേഡ് പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് അവസാനം കൈപ്പറ്റിയ ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ഉറപ്പാക്കുന്ന രീതിയാണ്. ഇതിൽ സർക്കാർ വിഹിതവും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നുള്ള വിഹിതവും ഉണ്ടാകും. അങ്ങനെയാണ് പെൻഷൻ ഫണ്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ അത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പെൻഷൻ ഫണ്ട് രൂപീകരിക്കുക, സർക്കാർ വിഹിതം കൈമാറുക, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം നിശ്ചയിക്കുക തുടങ്ങി ഒട്ടേറെ നടപടികൾ ക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നിലവിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുള്ളവർ അഷ്വേഡ് പെൻഷനിലേക്ക് മാറുമ്പോൾ ഇതുവരെ ഫണ്ടിലേക്ക് അടച്ച തുക തിരികെ ലഭിക്കുമോ എന്ന ചോദ്യവും സംശയവും സർക്കാർ ജീവനക്കാർക്കിടയിലുമുണ്ട്. ഇതിലെല്ലാം മറുപടി ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജീവനക്കാരുടെയും പ്രതീക്ഷ. കേരളത്തിൽ 2013 മുതലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരനും സർക്കാരും സംയുക്തമായാണ് പെൻഷൻ ഫണ്ടിലേക്ക് പണം പങ്കുവെക്കുന്നത്. തുടക്കം മുതലേ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ടായിരുന്നു. ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 10% പങ്കാളിത്ത പെൻഷനിലേക്ക് പിടിക്കുന്നത്. ഇതേ തുകയ്ക്ക് തുല്യമായ വിഹിതം സർക്കാരും ഫണ്ടിലേക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, പങ്കാളിത്ത പെൻഷൻ അനുസരിച്ച് വിരമിക്കുന്നവർക്ക് ഇപ്പോൾ നാമമാത്രമായ തുകയാണ് പെൻഷനായി കിട്ടുന്നതെന്നും പറയുന്നു. ഇതിലെല്ലാം മാറ്റം വരുമോ എന്ന് തന്നെയാണ് ജീവനക്കാർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.